ആരാണ് ഈ ആഴ്ച എവിക്റ്റ് ആയിരിക്കുന്നത് ബിഗ് ബോസ് തമിഴ് സീസൺ 8 നിന്നും? വർഷിണിയാണോ എവിക്റ്റ് ആയിരിക്കുന്നത്? ഒരു ഫെയർ എവിക്ഷൻ ആണോ? റീ എൻട്രി ഉണ്ടോ ആരുടെയെങ്കിലും? ഇതൊന്നും കൂടാതെ ഒരു വലിയ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണോ? ബോയ്സ് ഗേൾസ് സെപ്പറേഷൻസ്. കുറച്ച് അപ്ഡേറ്റ്സ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ അറിയാൻ പറ്റിയത് വർഷന് എവിക്റ്റഡ് ആണെന്നാണ്. പക്ഷേ എല്ലാ ആഴ്ചയും ഞാൻ പറയുന്ന പോലെ ഒരു 100% കൺഫർമേഷൻ ഞാൻ പറയുന്നില്ല. ഒരു 98 ഇരുന്നോട്ടെ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടാം. എന്തായാലും കൺഫേംഡ് എന്ന് തന്നെയാണ് അറിയുന്നത്. വർഷിണിയാണ് കേട്ടോ എവിക്റ്റഡ്. നമുക്കറിയാം 12 പേര് നോമിനേറ്റഡ് ആണ്. ഒരാൾ സേവായി, ശിവയെ സേവാക്കി. ബാക്കി 12 പേര് ആരൊക്കെയാണ്? മുത്തു, വർഷിണി, റയാൻ, റാണവ്, ജാക്ലിൻ, ആനന്ദി, വിശാൽ, പവിത്ര, സാചന, സൗന്ദര്യ, അരുൺ, തർഷിക. 12 പേര്. ഈ 12 പേരിൽ നിന്ന് എനിക്ക് നോക്കുമ്പോൾ വർഷിണി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വർഷിണി ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ. പക്ഷെ ഈ ആഴ്ച എന്തൊക്കെയോ വർഷിണി ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഇതിനകത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിനപേക്ഷിച്ച് വർഷിണി എന്തൊക്കെയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണെന്ന് എനിക്ക് പേഴ്സണലി പറയാൻ പറ്റുന്നുള്ളൂ. വർഷിണി സാധാരണ ഒന്നും ചെയ്യാറില്ലെങ്കിലും ഈ ആഴ്ച എന്തൊക്കെയോ കാര്യങ്ങൾ വർഷിണി ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ദെൻ അർണവിൻ്റെ റീ എൻട്രി. അത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. അർണവ് റീ എൻട്രി ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു കൺഫേമും ഞാൻ പറയുന്നില്ല. അർണവിന്റെ കേസിൽ. കാരണം അർണവിന്റെ തന്നെ സ്വന്തം പേജിൽ, അർണവിന്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ റീ എൻട്രി വെൽക്കം ബാക്ക് എന്നൊക്കെ അർണവൊക്കെ അടുത്ത് റീമെൻഷനൊക്കെ അടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ റീമെൻഷനൊക്കെ അടിക്കാൻ പറ്റുമോ. അതുകൊണ്ടാണ് എനിക്ക് സംശയം. ഞാൻ അറിഞ്ഞിട്ടുമില്ല അർണവിന്റെ ഒരു റീ എൻട്രിയുടെ കേസ്. ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. DM-ൽ വന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അർണവിന്റെ റീ എൻട്രി. അപ്പോൾ ആ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. ഉണ്ടോ എന്തോ, അതുണ്ടെങ്കിൽ ഞാൻ സ്പെഷ്യൽ വീഡിയോ ഇടും. അർണവ റീ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പെഷ്യൽ വീഡിയോ ഇടും. പക്ഷെ ഞാൻ അറിഞ്ഞൊരു കാര്യം, ബോയ്സ് ഗേൾസ് കൺസെപ്റ്റ് ഇനി ഇല്ല എന്നാണ്. വീടിന്റെ കോട്ടയൊക്കെ മാറ്റിയിട്ട് 2 വീടുകൾ ഒറ്റ വീടാക്കി. ബോയ്സ് ഗേൾസ് ഇനി ഇല്ല, ഇനി ഇൻഡിവിജ്വൽ കളിയാണ് എന്നാണ് അറിഞ്ഞത്. അത് എനിക്കൊരു കൺഫേം ആയിട്ട് കിട്ടിയ സാധനമാണ്. ഇനി ബോയ്സ് ഗേൾസ് ഇതില്ല എന്നുള്ളത്. വർഷിണിയുടെ കേസ് കൺഫേംഡ് ആണ്, എന്നാലും ഒരു 98 അവിടെ ഇരിക്കട്ടെ. അർണവിൻ്റെ കേസ് എനിക്ക് പറയാനില്ല. എനിക്കതിൽ ഒന്നുമേ പറയാനില്ല. ഒരു ഐഡിയ ഇല്ലാതിരിക്കുവാണ് ഞാൻ. കുറേ ഇങ്ങനെ കാണുന്നുണ്ട് അർണവ് കയറി നാളത്തെ എപ്പിസോഡാണ് വരുന്നത്, 50th എപ്പിസോഡിലാണെന്നൊക്കെ. എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ വീഡിയോ ഇടും. അർണവ് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പെഷ്യൽ വീഡിയോ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. കൺഫേംഡ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വർഷയുടെ കേസ് ഞാൻ ഒന്നും കൂടി ഞാൻ എന്തായാലും രാത്രി റിവ്യൂ വരുമല്ലോ. അപ്പം ഞാൻ പറയാം. അപ്പം രാത്രിയിലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.